അപ്പോൾ ഞാൻ ഇന്നലെ ഷിബ്ലിയുടെ സ്റ്റോറി ഇട്ടായിരുന്നു, ഈ ഒരു വൃത്തിയായിട്ട വീഡിയോ ഞാൻ സ്റ്റോറി ഇട്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് വന്ന് പറഞ്ഞു ഇവൻ ഇതേപോലെ സെയിം സ്നാപ്പ് ഇതേ രീതിയിൽ വേറെ കുറേ രീതിയിൽ അയച്ചു തന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഞാൻ കുറച്ചധികം മെസ്സേജസ് കാണിക്കാം. അപ്പം കൂടുതലായിട്ട് വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവൻ ചോദിക്കുന്നത് സെക്ഷൽ ഇതിന് താല്പര്യമുണ്ടോ, മൂഡാകുന്ന പിക്ക് അയക്ക്, സംതിങ് സ്പെഷ്യൽ ആയിട്ട് അയക്ക്, പിന്നെ എന്താ ബ്രസ്റ്റിന്റെ ഫോട്ടോ അയക്ക്, റൂം എടുക്കാൻ താല്പര്യമുണ്ടോ, അങ്ങനെ പല വൃത്തിയായിട്ട രീതിയിലും. ഈവൻ സ്വന്തം ചേട്ടൻ സൂപ്പർ ആട്ടോ. ചേട്ടൻ ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ട് അപ്പോഴേ ചോദിക്കുന്നത് റൂം എടുക്കാൻ താല്പര്യമുണ്ടോ, ബ്രസ്റ്റ് ഒന്ന് കാണിച്ചു തരാമോ? ഞാൻ വേണം എൻ്റെ കാണിച്ചു തരാം. ഒരു മൂഡാകുന്ന സാധനം അയക്കാൻ പറ്റും. ഞാൻ ഫുൾ മൂഡിലാണ്. ഈ ഒരു സെറ്റപ്പിലാണ് ലല്ലു സംസാരിക്കുന്നതെന്നാണ് ഫസ്മിനെ പറയുന്നത്. ഈ ഫസ്മിനെ കുറിച്ച് അറിയാത്തവരിലേക്കൊക്കെ ഞാൻ വരാം. നമുക്ക് ഇത് ഈ ഒരു സാധനം ബാക്കി കൂടെ കേട്ട് നമുക്ക് അതിലേക്ക് വരാം. പല വൃത്തിയായിട്ട രീതിയിലും ഈവൻ സ്വന്തം പ്രൈവറ്റ് പാർട്ടിന്റെ ഫോട്ടോ അടക്കം ഇവൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ ആ ഫോട്ടോ അടക്കമുണ്ട്. ആ ഫോട്ടോ ഞാൻ ഇവിടെ കാണിക്കുന്നില്ല, പക്ഷെ ആ ഫോട്ടോ ഞാൻ കാണിക്കാം നിങ്ങൾക്ക്. എന്തിന് നമുക്കങ്ങനെ വേണ്ട, ആ വൃത്തിയോട് നമ്മളെ കാണിക്കേ വേണ്ട. ഇത് ലല്ലു ഫസ്മിന്റെ വിഷയത്തിൽ ലല്ലു വെറും ചെറ്റാണെന്ന് തെളിയിക്കുന്ന ഒരു സാധനം ഫസ്മിനെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ ലല്ലു സ്വന്തം പെങ്ങളോട് കുൽസിതത്തിന് താല്പര്യമുണ്ട് കേട്ടോ, നിന്നെ എനിക്ക് ക്രഷ എന്നൊക്കെ പറഞ്ഞ സാധനമാണ് കാണിക്കുന്നത്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. നമ്മളെ ആദ്യമായിട്ട് കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ജസ്റ്റ് ആ സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കിനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഹൈപ്പ് വരുവാണെങ്കിൽ അതേ പ്ലക്കിനെ വീണ്ടും വെച്ച് കൊടുക്കുക. കമന്റ് ബോക്സിൽ പട്ടയെന്നൊരു 2-3 കമന്റും ഇട്ടിടുക. ഒരു ലൈക്ക് കൂടെ അടിക്കുക കേട്ടോ. കൂടുതലായിട്ട് ചെയ്യുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഫസ്മിന ലല്ലു വിഷയത്തെ കുറിച്ചിട്ടാണ്. ഇതെന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ചുരുക്കി പറഞ്ഞുതരാം. ഈ ഫസ്മിന മറ്റൊരു പ്രമുഖ ബ്ലോഗറുടെ കാമുകിയായിരുന്നു മുൻപേ. ഇപ്പം ഇനി ആ പേര് നമ്മൾ ഇതിനകത്തോട്ട് വലിച്ചിടുന്നില്ല. അതിനുശേഷം പുള്ളിക്കാരി ഒരു പ്രണയബന്ധം ബ്രേക്കപ്പ് ചെയ്യുകയും ലല്ലു എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയെ പുള്ളിക്കാരി തന്നെ തെരഞ്ഞു തപ്പി കണ്ടുപിടിക്കുകയും ചെയ്തു. കണ്ടുപിടിച്ച ബന്ധം എന്ന് പറയുന്നത് എൻ്റെ പൊന്നിടാവ് ഇത്ര കിടുക്കാച്ചി ബന്ധമുണ്ടല്ലോ. ഒരു ശത്രുക്കൾക്ക് പോലും ഇമാതിരി ഒരു പാർട്ട്ണറിനെ കൊടുക്കാൻ പാടില്ല എന്ന് ഞാൻ പറയത്തുള്ളൂ. അത്രയ്ക്ക് നല്ല പാർട്ട്ണറിനെയാണ് ഫസ്മിനെ കണ്ടുപിടിച്ചത്. ഫസ്മിന കല്യാണം കഴിച്ചു. കല്യാണം കഴിഞ്ഞ് സന്തോഷപൂർവ്വം മുന്നോട്ട് പോകുമ്പോഴത്തേനും ഈ ലല്ലുവിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ലല്ലു ഒരേ സമയം ഒരു 10,000 പെൺപിള്ളേരെ വളയ്ക്കാനുള്ള പരിപാടികളാണ്. ലല്ലുവിൻ്റെ മെയിൻ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വളയ്ക്കുക, ശാരീരികമായി ഉപയോഗിക്കുക, അത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി സ്വർണം താടി, പൈസ താടി, ഇല്ലെങ്കിൽ ഇപ്പം നിന്റെ നക്കുന്ന ഫോട്ടോ ഞാൻ പുറത്തു വിടും, ശോഭേ, ആ ഒരു സാധനമാണ് ലല്ലു ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പിന്നെ വലിയ പ്രായമൊന്നുമില്ല. അപ്പോൾ പ്രായത്തിൻ്റെ ചോരത്തിളപ്പാണെന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്ത് തിളപ്പാണെങ്കിലും അവന് നല്ല തിള കിട്ടാത്തതിൻ്റെ പാടാണ്. ഇത് നോക്കി കഴിയുമ്പോഴത്തേനും സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കളോട്, സ്നാപ്ചാറ്റിൽ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന സ്ത്രീകളോട്, സ്വന്തം പെങ്ങളോട് മുതലായവിടത്തെല്ലാം ഇവൻ ഈ ഒരു കാമരോഗം ഇറക്കിയിട്ടുണ്ട്. ഇവനെ നമുക്ക് ഒരു കോഴിയെന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല. കോഴി വന്ന് നമ്മുടെ തന്തയ്ക്ക് വിളിക്കും. ആ ഒരു ജീവിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു അപമാനമായിട്ട് അത് മാറും. ഇവന് വേറെ എന്തെങ്കിലും പേരിട്ട് വിളിക്കണം. നമുക്കതിന് ഫസ്മിനെ പറയുന്നൊന്ന് കാണാം. ഈ ഫസ്മിനയുടെ അവസ്ഥയിൽ എനിക്ക് വളരെയധികം സങ്കടമുണ്ട് കേട്ടോ. സ്വന്തം ഭർത്താവിൻ്റെ കുൽസിത പ്രവർത്തികളെ കുറിച്ച് ഭാര്യ വന്നിരുന്ന് സമൂഹ മധ്യത്തിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് ആദ്യം ചെയ്തപ്പോൾ ഞാനും പറഞ്ഞായിരുന്നു ഇതൊരു കണ്ടന്റ് എന്ന രീതിയിലാണെന്ന്. പക്ഷേ ഇതൊരു നല്ല കാര്യമായിട്ട് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നു. കാരണം ഇവന്റെ ചതിക്കുഴിയിൽ ഇനി കൂടുതൽ സ്ത്രീകൾ വീഴാതെ ഒരു അലേർട്ട് കൊടുക്കണം, ഒരു വാണിംഗ് കൊടുക്കണം. അത് ഇവൻ മറ്റേ സെറ്റപ്പാട്ടോ, നിങ്ങളെ പ്രേമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലെ പൈസയും പോവും, നിങ്ങളുടെ മാനവും പോവും, നിങ്ങളുടെ സകലമാന സൂത്രവും പോവും എന്ന് പുള്ളിക്കാരി പറഞ്ഞു വെക്കുകയാണ്. നമുക്ക് ഫസ്മിനെ പറയുന്നത് കേൾക്കാം. ഐ ഫീൽ റിയലി ബാഡ്. സോ എനിക്ക് ഷിബ്ലിയുടെ കസിൻ സിസ്റ്റർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് വന്ന മെസ്സേജ്. ഫസ്റ്റത്തെ മെസ്സേജ് ഞാൻ ഇവിടെ കൊടുക്കാം. ബാഡ് മെസ്സേജ് അയച്ചായിരുന്നു നീ അവൻ്റെ കൂടെ ഉള്ളപ്പോൾ തന്നെ. അതായത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഫസ്മിനെ കൂടെ ഉള്ളപ്പോൾ തന്നെ കസിൻ സിസ്റ്ററിന്, അതായത് നമ്മൾ സഹോദരിയായിട്ട് കാണും നമ്മുടെ സഹോദരിക്ക് ഇവൻ ബാഡ് മെസ്സേജ് അയച്ചു. അതായത് അമ്മ ഏതാ പെങ്ങളേതാന്ന് അറിയാത്തവന്മാരെ നമ്മുടെ സമൂഹത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിനക്ക് അമ്മയും പെങ്ങളെ അറിയത്തില്ലയോ എന്ന്. ഇവനാണ് ആള് ലല്ലു. ഇവനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പിന്നെ ഈ ലല്ലു പല ന്യായീകരണങ്ങളും പറയുന്നുണ്ട്. ലല്ലു ഏതോ സിനിമാ കഥയൊക്കെ പറയുന്നുണ്ട്. ഫസ്മിന് എന്നെ കാറി കയറി ഗോഡൌണിൽ തട്ടിക്കൊണ്ടുപോയി കഴുത്തിന് കത്തി വെച്ച് കെട്ടിച്ചു, ഞാൻ ഐശ്വര്യ റായിയെക്കാട്ടിലും സുന്ദരനായിട്ടുള്ള ഐശ്വര്യ റായൻ, ഈ ഒരു കഥയൊക്കെയാണ് ലല്ലു അടിച്ചു കൊടുത്തത്. ഏത് സിനിമയുടെ കഥയും പറഞ്ഞത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പല കള്ളങ്ങൾ പറയുമ്പോഴത്തേനും ഇപ്പുറത്ത് അതിനെല്ലാം പൊളിക്കാനായിട്ടുള്ള തെളിവുകളും കൊണ്ടാണ് ഫസ്മിന് വരുന്നത്. പക്ഷെ ഫസ്മിന് ഒരിക്കലും അവൻ്റെ ചാറ്റുകളൊന്നും വരുന്നില്ല. അവനെ കുറിച്ച് മറ്റാരോ പറഞ്ഞ ചാറ്റുകൾ പേരൊന്നും ഇല്ലാതെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഫസ്മിന് പറയുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ലല്ലു പുറത്തേക്ക് വന്ന് തെളിവുകൾ സഹിതം പ്രൂവ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, നിക്കാഹ് കഴിഞ്ഞിട്ട് തന്നെ. അപ്പം ഞാൻ ഉള്ളപ്പോഴും എപ്പോഴെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവൾ പറഞ്ഞു PKM സ്കൂളിൽ പ്രോഗ്രാം നടന്ന അന്ന് ഇവൻ പോയത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഇവൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞ് പോയത് എനിക്ക് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ചാറ്റ് നമുക്ക് നോക്കാം. നീ ഉറങ്ങുക എന്ന് പറഞ്ഞു. അപ്പം നീ ഉറങ്ങുകയാണ്, ചെറുപ്പം തൊട്ടേ നിന്നെ കാണുമ്പോൾ എനിക്ക് ക്രഷ് അടിച്ചായിരുന്നു.
സ്വന്തം പെങ്ങളോട് അവൻ പറഞ്ഞ സാധനം കേട്ടോ. ഫസ്മിനെ ഉറങ്ങുക, നീ ഉറങ്ങുമായിരുന്നു, എന്നെ കണ്ടപ്പോൾ എനിക്ക് ക്രഷ് അടിച്ചു. കസിനോട് പറയുക, സഹോദരിയോട് പറയുകയാണ് ഇവന്റെ അപ്പന്റെ കണ്ണ് തല്ലി പൊട്ടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന്, ഇന്ത്യയിലേക്ക് ചേക്കേറി വന്നതെന്ന് പറയപ്പെടുന്നു. ഇവനെക്കുറിച്ച് നിരവധി പെൺകുട്ടികൾ ഇവൻ വെറും കുൽസിതനാണ്. ഇവൻ മിസ്ത്രീനെ പറ്റിച്ച്, അവനെ പറ്റിച്ച്, ഇവരെ പറ്റിച്ച് എന്നുള്ള വലിയ കഥകളൊക്കെ വരുന്നുണ്ട്. ഇവനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വാക്കുകളില്ല, അത്രയ്ക്ക് വലിയ കാമപിശാചാണ് ഇവൻ. നമ്മൾ ഈ കേട്ടിട്ടില്ലേ, കമ്പനി സാരി ചുറ്റി വെച്ചാൽ അതിന്റെ പുറകെ പോകുന്നു. ആ ഒരു സെറ്റപ്പിലാണ് ഈ ഫസ്മിനയുടെ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഇവനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേട്ടാ. നിന്നെ എനിക്ക് സിസ്റ്ററായിട്ട് കാണാനല്ല ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു. അന്ന് അവനോട് കുറേ ചോദിച്ചു, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, സ്വന്തം ബ്രദറിനെ പോലെയല്ലേ കണ്ടേ. പിന്നെ അവൻ എന്നോട് അന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞതല്ല, ഉപ്പാനോട് പറയല്ലേ, ഡ്രിങ്ക്സ് യൂസ് ചെയ്ത് മൂഡായി പറഞ്ഞതാണെന്ന്. അവൻ ഡ്രിങ്ക്സ് യൂസ് ചെയ്യുമ്പോൾ മൂഡാവും. ഡ്രിങ്ക്സ് യൂസ് ചെയ്ത് മൂഡാകുമ്പോൾ ഇവന് അമ്മയും പെങ്ങളും ഒന്നും ഇല്ല. അമ്മയാണെങ്കിലും പെങ്ങളാണെങ്കിലും ഡ്രിങ്ക്സ് യൂസ് ചെയ്തു, ഞാൻ ഭയങ്കര മൂഡാണ്, എനിക്ക് നിന്നെ കണ്ടപ്പോൾ മൂഡായി, ശോഭേ വാ ഇവിടെ, ആ ഒരു സെറ്റപ്പിലേക്ക് ഇവൻ മാറും. അവൻ അങ്ങനെയാണ്. അപ്പം മോനെ നീ ഡ്രിങ്ക്സ് നിർത്തുക, ഇവനൊരു ഡ്രഗ് അഡിക്റ്റ് ആണെന്നുള്ളതാണ് നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവൻ അടിച്ച് കയറ്റി കഴിഞ്ഞിട്ട് ഇവൻ എന്തിനാണ് കാണിക്കുന്നതെന്ന് പോലും ഇവൻ അറിയാൻ പറ്റത്തില്ലെന്നാണ് നമുക്ക് ഇത് മനസ്സിലാകുന്നത്. നമുക്ക് ഫസ്മിനയുടെ വാക്കാണ്. സോറിയൊക്കെ പറഞ്ഞു വന്നു. സോറി പറഞ്ഞു കഴിഞ്ഞിട്ട്, ഇതാണ് മെയിൻ പോയിന്റ്, സോറി പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നെ കളിക്കാൻ ഭയങ്കര പൂതി. അതായത് നീ നിന്റെ സ്വന്തം കസിൻ സിസ്റ്ററിനോട് നീ പറയുകയാണ് നിനക്ക് അവളെ കളിക്കാൻ ഭയങ്കര പൂതിയാണ്, ദാറ്റ് യു വോണ്ട് ടു ഹാവ് സെക്സ് വിത്ത് ഹെർ. ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ല, കാര്യം മനസ്സിലായല്ലോ. അതായത് ഇവൻ ആ പെൺകുട്ടിയോട് സംസാരിച്ചു, അന്നേരം പെൺകുട്ടി താല്പര്യപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കി. അപ്പോൾ പുള്ളിക്കാരി ഇവനെ ചേട്ടനെ പോലാണ് കണ്ടതെന്ന് മനസ്സിലാക്കി. കാരണം അമ്മയും പെങ്ങളും ചേട്ടനും സഹോദരനും അപ്പനെയൊക്കെ തിരിച്ചറിയാവുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ കൂട്ടത്തിലുള്ള പെൺകുട്ടിക്ക് മനസ്സിലായി ഇവന്റെ റൂട്ട് ശരിയല്ല എന്നുള്ളത്. പറഞ്ഞപ്പോഴത്തേന് ഇവൻ പറഞ്ഞു, പൊന്നിടാവേ അപ്പനോട് പറയല്ലേ, തന്തപ്പടിയോട് പറയല്ലേ, ഞാൻ കള്ളു കുടിച്ചപ്പോൾ പറഞ്ഞു പോയതാ, സോറി കേട്ടോ, സോറി. നമ്മളെല്ലാം പറഞ്ഞു കോംപ്ലിമെന്റ്സ് ആക്കിയിട്ട് ഇവൻ പറയാണ്, എനിക്ക് നിന്നെ ഭയങ്കര താല്പര്യം കേട്ടോ. എങ്ങനെ താല്പര്യമുണ്ടോ? നമ്മൾ മുമ്പേ പറഞ്ഞ് അത് എറിഞ്ഞു നോക്കിയതാ. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്നുകൂടെ എറിഞ്ഞു നോക്കുന്നു. ഇനി എങ്ങാനും ബിരിയാണി കൊടുത്താലോ? ഈ സെറ്റപ്പാണ് അന്ന്. യവനെ പിടിച്ചിരുത്തി ചെപ്പിക്കല്ല് നോക്കി പൊട്ടാന്ന് കുറെ അടി കൊടുത്തിട്ട് ഇവന്റെ കൈയും കാലും തല്ലി ഒടിച്ച് പിടിച്ചിടണം, എന്നാലും ഇവൻ ശരിയാകത്തുള്ളൂ. ഇവന്റെ കൈയും കാലും അല്ല ഒടിക്കണ്ട, ഇവന്റെ ഒടിക്കേണ്ട സാധനം വേറെയാണ്. അതിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി അവൻ അടുത്ത പെൺകുട്ടികൾ എടുത്തിട്ടാണെങ്കിൽ ചാമ്പ്യൻ 22 ഫീമെയിൽ കോട്ട ഉണ്ടല്ലോ, അടിച്ചു വിട്ടാലതങ്ങ്. അത് കഴിഞ്ഞ് അടുത്ത ചാറ്റ്, AC പർച്ചേസ് ചെയ്യാൻ പോയപ്പോൾ അവനൊരു മിഠായി കഴിച്ചു. അപ്പം ഞാൻ എന്ത് മിഠായി എന്ന് ചോദിച്ചപ്പോഴത്തേക്ക്, മിഠായിലേക്ക് നമുക്ക് വരാം. ഇവന്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇവൻ ജോലിക്കും കൂലിക്കും വേലയ്ക്കും ഒന്നും പോത്തില്ല. അതായത് നമ്മൾ ഇപ്പൊ സമൂഹത്തിൽ ജീവിക്കുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ, ഈ ചെറുപ്പക്കാര് സ്വപ്നം കാണുന്നൊരു ജീവിതമാണ് ഇവന് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കാരണം ഇവൻ പറയുന്നത്, സീക്രട്ട് ഏജന്റിന്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇവൻ പറയുന്നത് ഫസ്മിന് എന്നെ ജോലിക്ക് വിടില്ല, ഒരു സിഗരറ്റ് പഠിക്കാൻ പോലും എന്നെ വിടത്തില്ല, അവള് എല്ലാം സെറ്റപ്പ് ചെയ്ത് തരും എന്നാണ് പറഞ്ഞത്. അതായത് ഒരു പണിക്കും പോകണ്ട, വീട്ടിൽ ഇരുന്ന് മൃഷ്ടാനം വെട്ടി വിഴുങ്ങി ആസനത്തിൽ വാലും ചുരുട്ടിയിരിക്കുന്ന അവനാണ് ഇവൻ. ഈ പെൺകുട്ടി ഈ ഫസ്മിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവൻ കണ്ടുപിടിച്ച ടെക്നിക്ക്, നമുക്ക് ഇപ്പോൾ ഒരു പെൺകുട്ടി ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ ഓപ്പൺ ആയിട്ട് പറയും, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, നിന്നോട് പോകാൻ പറ്റില്ല, നമുക്ക് റിലേഷൻ ബ്രേക്ക് ചെയ്യാം. ഇവൻ അങ്ങനല്ല. അപ്പം ഫസ്മിനായിട്ടുള്ള റിലേഷൻ ബ്രേക്ക് ചെയ്യാനായിട്ട് നിരവധി പെൺകുട്ടികളുമായിട്ട് ചാറ്റ് ചെയ്തിട്ട് ആ കുൽസിത ചാറ്റ് ഫസ്മിനെ കൊണ്ട് പിടിപ്പിച്ചിട്ട് ഫസ്മിനെയും നമ്മൾ സിമ്മിൽ സെറ്റ് അതിൽ എനിക്ക് നിന്നോടുള്ള താല്പര്യം പോയെന്ന് ഫസ്മിനെ മനസ്സിലാക്കിച്ചിട്ട് പോണം. പറയുമ്പോൾ ഒരു കോമൺ സെൻസ് ഉള്ള കഥ പറയടാ, എന്തൊരു കഥയാണ് നീ പറയുന്നത്. ഇവനീ പല പെൺകുട്ടികളും ചാറ്റ് ചെയ്തിട്ട് അവരുമായിട്ട് ഈ പറയുന്ന ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് പോയിട്ട് അത് കാണിച്ച് ഭീഷണിപ്പെടുത്തി അവരുടെ കയ്യിൽ നിന്ന് സ്വർണം മേടിക്കുക, കാശ് മേടിക്കുക. ഇവൻ വളർന്നു വരുന്ന ഒരു ഭൂലോക ക്രിമിനലാണ് ഇവനെ ഇപ്പോഴേ പിടിച്ചു കഴിഞ്ഞാൽ നാടിന് കൊള്ളാം. ഇല്ലെങ്കിൽ ഇവൻ മറ്റേ നമ്മൾ പറയില്ലോ, നോക്കി ഗർഭം ഉണ്ടാക്കുന്ന ടീമാണ് ഇവന് മൂത്തെന്തോ അസുഖമാണ്. ഇവന് ഞരമ്പ് രോഗമൊന്നുമില്ല, ഇവന് ഞരമ്പെല്ലാം പൊട്ടിത്തെറിച്ചിരിക്കാന്ന് എനിക്ക് തോന്നുന്നത് ഇതെല്ലാം കേൾക്കുമ്പോഴത്തേനും. ഇതൊക്കെ ഉള്ളയാണെങ്കിൽ കേട്ടോ. അപ്പം ഞാൻ എന്ത് മിഠായി ചോദിച്ചപ്പോഴത്തേക്ക് അവള് പറയുന്നുണ്ട്, എന്നിട്ട് പറഞ്ഞു ഫസീനോട് പറയില്ല ഇത് മൂടാവുന്ന ഒരു മിഠായിയാണെന്ന്. അന്ന് നീ ഉണ്ടായെന്ന് ഞാൻ ചോദിച്ചു. ഞാനൊന്നും പറഞ്ഞില്ല, നീ ഒന്ന് പൊയ്ക്കാന്ന് മാത്രം പറഞ്ഞു. ഫ്രണ്ട്സ് ആരോ വിളിച്ചു, അവൻ സ്പീക്കറിലായിരുന്നു ഫോൺ ഇട്ടേ. അപ്പോൾ ഫ്രണ്ട്സ് പറഞ്ഞു വേഗം വീട്ടിൽ കയറ്, കസിനെ ഒഴിവാക്കുക എന്നൊക്കെ. പിന്നെ അവൻ വേഗം വീട്ടിലാക്കി. അവൻ്റെ ഇവനൊരു മിഠായി കഴിച്ചെന്ന്, മിഠായി കഴിച്ചാൽ മൂടാകുന്ന മുട്ടായി ഇവൻ കഴിക്കുന്നത്. ഇവൻ്റെ പെങ്ങളോട് പറയാണ്. അതായത് പല തവണയായിട്ട് ഇവൻ ട്രൈ ചെയ്ത് നോക്കുകയാണ് പെങ്ങൾക്കൊരു താല്പര്യം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇവൻ സ്ത്രീകളെ കാണുന്നത് ഇന്ന കാര്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഉപകരണം മാത്രമായിട്ടാണ്. നീ മുട്ടായി ഒന്നും തിന്ന് മൂടാണ്ട, നിന്റെ മൂഡ് കുറയ്ക്കാനുള്ള എന്തെങ്കിലും മുട്ടായി ഉണ്ടെങ്കിൽ അത് നീ കഴിക്കും. നിനക്ക് ഓൾറെഡി മുടിഞ്ഞ മൂടാണ്. ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഇവന്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, കൃഷ്ണന് എത്ര കണ്ട് ഭാര്യമാരുണ്ടല്ലോ കണക്ക് നിങ്ങൾ കമന്റ് ചെയ്യും,
അതിൻ്റെ ആ ഒരു വേൾഡ് റെക്കോർഡ് പൊട്ടിച്ച് ഗിന്നസ് ബുക്കിൽ കയറുക എന്നുള്ളതാണ് ഈ പുള്ളിക്കാരൻ്റെ ലക്ഷ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പണിക്കും പോകാതെ തൻ്റെ ചുറ്റുമുള്ള സ്ത്രീകളെല്ലാം ശാരീരികമായി ഉപയോഗിച്ച് അവരുടെ നിന്നുള്ള പൈസയും മേടിച്ച് ഇങ്ങനെ തിന്ന് കുടിച്ചങ്ങ് പോകണം. അതാണ് അവൻ്റെ ജീവിത ലക്ഷ്യം. അതാണ് ലവൻ കണ്ട കിനാശ്ശേരി. എന്താ പറയാ, പെൺകുട്ടികളോട് ഇപ്പോൾ ഒരു പെൺകുട്ടിയോട് ഇഷ്ടമായി കുറച്ച് കഴിഞ്ഞാൽ അവരുടെ അടുത്തുനിന്ന് ക്യാഷ് വാങ്ങിക്കുക, സ്വർണം വാങ്ങിക്കുക. ലാസ്റ്റ് എൻ്റെ മാരേജ് വരെ ഫിക്സ് ആക്കാൻ തീരുമാനിച്ചിരുന്നു. കേസായിട്ട് ഏതോ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് അത്രക്കും ഗോൾഡ് കാണിച്ചിട്ട് അവർ ന്യൂഡായ ഫോട്ടോസ് കാണിച്ചിട്ട് പിന്നെയും ഹരാസ്മെന്റ് ചെയ്തിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് അവരുടെ അടുത്തുനിന്ന് ക്യാഷ് വാങ്ങിയിട്ട് ഇവൻ്റെ പേരിൽ കേസായിരുന്നു. അതൊക്കെ ഒതുക്കി തീർത്തതാ. ഇത് ഞാൻ ഓൾറെഡി അറിഞ്ഞ വിഷയമാണ്. കാരണം ഇത് പലരായിട്ട് പറയുന്ന സാധനം കേട്ടോ. ഇതിപ്പോൾ ഒരാളല്ല, ഇതേ കഥ പല ആൾക്കാരാണ് പറയുന്നത്. ഇവൻ ഇത്തരത്തിലുള്ള കുൽസിത വീഡിയോസും ഫോട്ടോസും എടുത്തിട്ട് ഭീഷണിപ്പെടുത്തുന്നു. എടാ ഇത് ഈ കാലഘട്ടം ഒന്നും കഴിഞ്ഞില്ലയോ? ഇവൻ ഇപ്പോഴും അവിടെ സ്റ്റക്കായി നിൽക്കുന്നേ ഉള്ളൂ അല്ലേ? ബാക്കി പറ ഫസ്മിന. എന്നോട് ഓൾറെഡി ഇവൻ്റെ എക്സ് ഗേൾ ഫ്രണ്ടിൽ ഒരാൾ പറഞ്ഞായിരുന്നു ഇവൻ്റെ ഫോണിൽ ഇഷ്ടം പോലെ ഗേൾസ് ആയിട്ടുള്ള സെക്ഷൽ വീഡിയോസ് ഉണ്ട്. ആൻഡ് ഈ വീഡിയോസ് വെച്ചിട്ട് ഇവൻ ഭീഷണിപ്പെടുത്തും. അതായത് അവർ ലൈഫിൽ നിന്ന് ഒഴിവായി പോവോ അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇവൻ പൈസ ഭീഷണിപ്പെടുത്തി അവരുടെ. ഇതൊക്കെ ഏത് യൂണിവേഴ്സിൽ നടക്കുന്ന കഥയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ എന്താണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാൻ പറ്റുന്നത്. ഇത് ഇവനെക്കുറിച്ച് വർണ്ണിക്കാൻ വാക്കുകളില്ല. എനിക്ക് സത്യമായിട്ട് എനിക്ക് വാക്കുകളില്ല. അത്രയ്ക്ക് മനോഹിതനാണ് ഇവൻ. ഫസ്മിന കുഞ്ഞ് രക്ഷപ്പെട്ടു എന്ന് ചിന്തിച്ചാൽ മതി. ഇത്ര പെട്ടെന്ന് അറിഞ്ഞ് നീ രക്ഷപ്പെട്ടു എന്ന് ചിന്തിച്ചാൽ മതി. ഇവൻ ഇതിന് ശേഷവും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പറഞ്ഞ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ആണിന്റെ സൈലൻസ് എന്ന് പറയുന്നത് തിരിച്ചടിക്കാനുള്ള ഗുണാപ്പാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. പക്ഷേ ഫസ്മിന ഇവന്റെ 2 ഐഡിയും എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പബ്ലിഷ് ചെയ്തു. ആ പബ്ലിഷ് ചെയ്തപ്പോഴത്തേനും ഇവന്റെ ലല്ലു IB അക്കൗണ്ട് അവൻ ഡീആക്ടിവേറ്റ് ചെയ്യുകയും ഇവന്റെ മുഹമ്മദ് ഷിബിൽ എന്ന് പറയുന്ന അക്കൗണ്ട് അവൻ പ്രൈവറ്റ് ആക്കുകയും ചെയ്തു. അപ്പൊ അണ്ണന് പണി പാളിയെന്ന് മനസ്സിലാക്കി ഇതിനെതിരെ പ്രതികരിക്കാനായിട്ട് പുള്ളിക്കാരൻ്റെ പോയിന്റ് ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ പരിപാടികളൊക്കെ നിർത്തി, നമ്മൾ ഇതോടുകൂടി തീരുന്നു. നന്ദി, നമസ്കാരം. ഇതാണ് ഇവ ഇപ്പോൾ പറയുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഏതായാലും ഈ എൻ്റെ വീഡിയോ കാണുന്ന സ്ത്രീജനങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. ഒരുത്തനെ കാണുന്ന ഉടനെ കൊള്ളാം ചുന്ദരൻ തന്നെ വാട മുത്തേ എന്ന് വിളിക്കുന്ന ഉടനെ ഇറങ്ങി ഓടിപ്പോകരുത്. അങ്ങനെ പോകുമ്പോൾ ഇങ്ങനത്തെ ഇതിലൊക്കെ വീഴും. നിങ്ങളെ ഭയങ്കരമായിട്ട് വിശ്വസിപ്പിച്ചിട്ടായിരിക്കും ഇമാതിരി കുഴിയിലൊക്കെ കൊണ്ടുപെടുത്തുന്നത്. സോ യൂസ് യുവർ ബ്രെയിൻസ്. നിനക്കൊക്കെ തലച്ചോറില്ലേ, ഉപയോഗിക്കൂ. മറ്റുമായിട്ടാണ് നേരെ.